ഹലോ എവരി വൺ, ഇറ്റ്സ് മീ രഞ്ജു. അപ്പം ഇന്ന് നമ്മൾ ക്യാൻറ്റീനിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ക്യാൻറ്റീന് കുറേ നാളായി നമ്മൾ പോയിട്ട് GSTയുടെ ഒക്കെ ഇത് വേരിയേഷനൊക്കെ വന്ന കാരണം കുറച്ച് നാളായിട്ട് ക്യാൻറ്റീൻ അടച്ചിട്ടേക്കുന്ന സാധനങ്ങളൊന്നും അവർ ഇറക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളീ പോകുന്ന ഹൈവേ ഏതാണെന്നറിയാമോ? ഫോണടിച്ച് ചാവും മനുഷ്യൻ. ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്ത ഹൈവേ ആണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ ഓപ്പൺ ആയി ഇപ്പോൾ തന്നിട്ടുണ്ട്. ആ ഹൈവേയുടെ ഇതാണ് കേട്ടോ ഈ കാണുന്നത്, എക്സ്പ്രസ് വേ. ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് മുംബൈ വരേക്കും 2 മണിക്കൂർ കൊണ്ട് എത്തും കേട്ടോ. ഈ കണ്ടിട്ട് നിൽക്കുന്ന നോക്ക്, അവർക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, അറിയണ്ടത് അവര് കണ്ട് ലൈറ്റ് കത്തി കിടക്കുന്നത്. നമ്മളങ്ങനെ അതാ ക്യാമ്പിനകത്തോട്ട് കയറാൻ പോവാണ്. എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ക്യാൻറ്റീൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ അവിടെ നമ്മൾ സൈനൊക്കെ ചെയ്ത് കാർഡൊക്കെ എൻ്റർ ചെയ്യണം. അപ്പോഴാണ് കേട്ടോ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരെയാണ് ക്യാൻറ്റീൻ ഉള്ളത്. അപ്പം എല്ലാ മാസമൊന്നും നമ്മൾ പോവാറില്ല. അപ്പം പോകുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ അങ്ങനെ മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പം ചില സാധനങ്ങൾ ക്യാൻറ്റീനിൽ വിലക്കുറവായിരിക്കും, ചിലതിന് ഇച്ചിരി വില കൂടുതലുണ്ടാവും കേട്ടോ. നല്ല കമ്പനി സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ്, പക്ഷേ ചില കാര്യങ്ങൾക്ക് ഇച്ചിരി വില കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ അത് കമ്പയർ ചെയ്യുമല്ലോ നമ്മൾ അടുത്തുള്ള സാധനങ്ങൾ മേടിക്കുന്നതുമായിട്ട്. അപ്പം എന്താണോ അവിടെ വിലക്കുറവായിട്ടുള്ളത് അവിടുന്ന് അത് മേടിക്കും, ബാക്കിയുള്ളത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് ഏക്കറിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ക്യാൻറ്റീനിലെത്തിയിട്ടുണ്ട്, അകത്തോട്ട് പാമ്പ് പോവാം കേട്ടോ. 11:30 ആയിട്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട്, പക്ഷേ തണുപ്പാണ്. അങ്ങനെ നമ്മൾ ക്യാൻറ്റീൻ്റെ അകത്ത് കയറി. ക്യാൻറ്റീനകത്ത് ഇപ്പം എന്താ ഇഷ്ടം പോലെ തെർമൽ ഫ്ലാസ്ക് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ട് പോട്ട് ഉണ്ട്, ഷൂസ് ഉണ്ട്, സ്വെറ്റ് ഷർട്ട് ഉണ്ട്. അപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയതിന് ശേഷം അതുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ കുക്കർ, ഇൻഡക്ഷൻ സ്റ്റൗവ്, പിന്നെ സ്റ്റീലിൻ്റെ കടായി ഇല്ലേ അത്, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ തവ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ തേയിലക്കുള്ള കാര്യങ്ങൾ, ഷാമ്പൂ, ബ്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. തേയിലക്കൊക്കെ നല്ല വിലക്കുറവാണ് അവിടെ വെളിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങി കേട്ടോ. അവിടെ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്തിട്ട് ഓടി വരികയാണ് അവർ. വേണ്ട, ക്യാൻറ്റീനിൽ വന്നപ്പം പുതിയൊരു ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. ഇതുണ്ട, മാക്സ് പ്രോട്ടീൻ ഡെയിലി ഫ്രൂട്ട് ആൻഡ് നട്ട് ബാറാണ്. ഇതിൻ്റെ വില 80 രൂപയാണ് പ്രിൻറ്റഡ് റേറ്റ്. ക്യാൻറ്റീനിൽ നമുക്ക് 40 രൂപയ്ക്ക് കിട്ടി. ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ചുമ്മാ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പിടിച്ചേ, ഇതാണ് സാധനം. ബദാം, ഡേറ്റ്സ് ഉണ്ട്. പിന്നെന്താണ് റോസ് പെറ്റൽസ്. ഇതുണ്ടാ റോസ് പെറ്റൽസ് ഉണ്ട്. പിന്നെന്താണ് കാജു ഉണ്ട്, ബദാം. കറുത്തിരിക്കുന്ന എന്താ ശരിയാ, ഇവിടെ കുരങ്ങിന്റെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചു നോക്കട്ടെ. മധുരമില്ല. കശുവണ്ടിയുടെ ഇതുണ്ടോ? ഇൻഗ്രീഡിയൻസ് നോക്കി എന്തോന്നു, കപ്പലണ്ടിയുടെ നട്ട്സിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. മധുരം ഒരു പൊടിക്ക് എവിടെയോ ഉണ്ടെന്നല്ലാണ്ട് സാധാ ചോക്ലേറ്റിൻ്റെ മധുരം ഇല്ല ഇതിന്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പീനട്ട് ഫ്ലോർ ഉണ്ട്, പേ പ്രോട്ടീൻ ഉണ്ട്, കോൺസെൻട്രേറ്റ് ഉണ്ട്, കാൽസ്യം. കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബ്ലെൻഡ് ഉണ്ട്, ആൽമണ്ട്. കപ്പലിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടുണ്ട്. ബ്ലാക്ക് കറൻസ് 4%, റൈസിൻസ് ഉണ്ട് 3%, ബ്രൗൺ റൈസ്. മധുരം വളരെ ഒരു എങ്ങാണ്ടൂടെ നടന്നു പോയിട്ടുണ്ട് മധുരം. ഈ ബ്രൗൺ റൈസ് സിറപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം വല്ല ലിക്വിഡ് ഗ്ലൂക്കോസ്. കൊള്ളാട്ടോ, സൂപ്പർ. മിൽക്ക് സോൾട്ട് ഉണ്ട്, വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് കാണാം, സാധാരണ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയതിനകത്ത് ഫുള്ളും മധുരവും ഒക്കെ ആയിരിക്കത്തില്ല, ഇതിനകത്ത് അതൊന്നുമില്ല. ഇതിനകത്ത് നോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് മധുരമില്ലാത്തത്. നോർമലാണ്, സൂപ്പർ സാധനം.
ഇഷ്ടപ്പെട്ടു എനിക്ക്. 40 രൂപ കൊടുത്തിന് നഷ്ടമൊന്നും ഉണ്ടായില്ല. വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കര. തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് 4 സൈഡിലും കാവൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ സേഫായിട്ടാണ് വണ്ടിക്കകത്ത് കയറിയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. അപ്പം അവിടെ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡ് ഫുള്ള് ഇതുപോലെ കമ്പിളികളാണ് കേട്ടോ. കമ്പിളികൾ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതിന് ശേഷം റോഡിൻ്റെ സൈഡ് ഫുള്ള് ഇത് മാത്രമേ കാണാനുള്ളൂ. കമ്പിളി, ഷോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സാധനങ്ങൾ മേടിച്ചത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചിട്ട് എന്തൊക്കെ മേടിച്ചെന്ന്. ക്യാൻറ്റീനിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേനും മക്കൾ വീട്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി എണീറ്റത്. എന്താ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനം മുസ്ലി. എൻ്റെ മക്കൾക്ക് പാലിനകത്തിട്ട് കുടിക്കാൻ. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഒന്നും കഴിക്കത്തില്ല അവര്. ചിലപ്പം പാല് കുടിക്കും, ചിലപ്പോൾ ഇതിങ്ങനെ കഴിച്ചിട്ട് പോകും. അതിന് വേണ്ടിയിട്ട് പിന്നെ വാങ്ങിച്ചത് സോയ ചങ്ക്സ്. പിന്നെതാ ഇത് ഡ്രൈവർ എന്ന് പറയുന്ന കമ്പനിയുടെ പാഡാണ്. ഇത് XXL ആണ് കേട്ടോ. ആക്ച്വലി ഇതിന്റെ പ്രിന്റഡ് റേറ്റ് 300 രൂപയായിരുന്നു. പക്ഷെ ഇത് ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് 160 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ കശുവണ്ടി വാങ്ങിച്ചു. ഇത് തേയില, പിന്നെ ബദാം, പിന്നെ ഇവിടുത്തെ പോഹ. നമ്മുടെ നാട്ടിലെ മറ്റേ കട്ടിയുള്ള അവലില്ലേ, ഇനിയിപ്പോ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അരിയൊക്കെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ പോഹ എന്ന് പറയും, പോഹ വാങ്ങിച്ചോണ്ട് വന്നേ. പിന്നെ ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെർമിസെല്ലി. പിന്നെ ഇത് വെളുത്ത കടല. പിന്നെ ഇത് മുസ്ലിക്കകത്ത് മുസ്ലി. ഇത് എല്ലാം കൂടി ചേർന്നതാണ്. ഇതിനകത്ത് കോൺ മാത്രമേ ഉള്ളൂ. ഇത് കോൺഫ്ലെക്സ് മാത്രമാണ്. നിക്കടാ, ഞാൻ എടുക്കാടാ. ഇത് ചായ കുടിക്കാൻ വേണ്ടിട്ട് റസ്ക് വാങ്ങിച്ചതാണ്, മാരിയോ. ഇത് എന്റെ ഇളയ മോൻ. അവ ഇപ്പോഴും ബേബി ബ്രഷ് വെച്ചാണ് പല്ല് തേക്കുന്നത്. ബേബി പേസ്റ്റ് ആണ് അവ ഉപയോഗിക്കുന്നത്. അവന് വേണ്ടിട്ട് വാങ്ങിച്ചതാ. ആ ഇത് നെയ്യ് വാങ്ങിച്ച കേട്ടാ. 500 രൂപ 1 കിലോ നെയ്യ് അല്ലേ, 500 രൂപ. പിന്നെ വാങ്ങിച്ചത് ചാട്ട് മസാല. ഇതെന്താന്നറിയാമോ? മഖന്ന. താമരയുടെ വിത്ത എന്നൊക്കെ പറയത്തില്ല, അതാണ് മഖന്ന. തണുപ്പ് സമയമാകുമ്പോ ഇത് ഡ്രൈ ഫ്രൂട്ടിന്റെ കൂട്ടത്തിൽ വരുന്നയാ. അപ്പൊ അങ്ങനെ അതും മേടിച്ചു. അത് പറക്കിയിടാതെ അങ്ങനെ. പിന്നെ ഇത് കോൺ സ്റ്റാർച്ച്. പിന്നെ ഇത് വൈപ്പ്. നമ്മുടെ കിച്ചണിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള ഒരു സാധനമാണ് ഇത്. കിച്ചണില് ഈ സ്ലാബിന്റെ മുകളിലൊക്കെ വീഴുന്ന വെള്ളമില്ലേ, ഇത് പെട്ടെന്ന് ഇത് വെച്ചിട്ട് വേണം വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ എനിക്ക് കിച്ചണിൽ യൂസ് ഉള്ള ഒരു സാധനം. ഇനിയിപ്പം നല്ലൊരു വൈപ്പ് കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് ഒക്കെ വൈപ്പ് ചെയ്തെടുക്കാനും നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അങ്ങനെ വൈപ്പ്. ഇത് ഞാൻ പണ്ട് തൊട്ടേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്, ഈ വൈപ്പ്. അങ്ങനെ ഈ പ്രാവശ്യം നിന്നപ്പോ ഇതുവരെ ഞാൻ ഇത് ക്യാൻറ്റീനിൽ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം നിന്നപ്പോ ക്യാൻറ്റീനിൽ ഇരിക്കുന്നതാണ് ഞാൻ മേടിച്ചതാ. പിന്നെന്താണ്, ഇത് കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് എരിവ് കുറെ ആയതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇത് വെർമിസെല്ലി നേരത്തെ കാണിച്ചത് തന്നെയാണ്. പിന്നെ ഇത് പാത്രം കഴുകാനുള്ള സോപ്പ്, അത് മേടിച്ചു. പിന്നെ പോളിഷ്. ഇവിടെ പോളിഷ് തിന്നുന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല അവൻ തിന്നുവാണോ അവൻ തേക്കുവാണോ എന്ന് എനിക്കറിയില്ല. 1 മാസത്തിന് അവന് 1 ഡബ്ബ ആവശ്യമുണ്ട് കേട്ടോ. അവൻ നേരം വരെ തെണീട്ട് അങ്ങ് തുടങ്ങും ഇങ്ങനെ ഇത് തന്നെ ഇവിടെ പരിപാടി. അതുകൊണ്ട് ഈ പ്രാവശ്യം ലിക്വിഡാണ് വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. ഇതിന് എത്ര നാൾ ഓടുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കായം. പിന്നെ ബിസ്ക്കറ്റ് മേടിച്ച്. പിന്നെ ഇതാണ്ട് സർഫ് എക്സലിന്റെ ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ്. പിന്നെ ഈ പ്രാവശ്യം എക്സ്ട്രാ വാങ്ങിയൊരു സാധനമാണ് താണ്ട് ഇത് കണ്ടോ, ബസ്മതി റൈസിന്റെ 5 കിലോ. ഇവിടെ എന്നും ബിരിയാണിയും പുലാവും ആണെന്ന് വെച്ചാൽ അല്ല. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ 1 കിലോയുടെ പാക്കറ്റ് ഉള്ളതാണ്. ഈ പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ 1 കിലോയുടെ പാക്കറ്റ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് 5 കിലോ ഇനി മേടിച്ചോണ്ട് പോകുന്നത്. ഇതിന് ഇവിടെ വർഷങ്ങളോളം ഇവിടെ ഇരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എവിടെയാ. അപ്പം അതാണ് മേടിച്ചിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചോട്ടെ. ഇപ്പൊ വെളിയിലത്തെ വിലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല വിലക്കുറവുണ്ട് എല്ലാ സാധനത്തിനും. ഇത്രയും അങ്ങനെ എല്ലാ മാസവും ഒന്നും നമ്മൾ ക്യാൻറ്റീനിൽ പോകത്തില്ല. പോകുന്ന സമയത്ത് അവിടെ ഉള്ളതൊക്കെ മേടിച്ചു തരും. ചില സമയം ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല, ചില സമയത്ത് അവിടെ എല്ലാം കാണും. അങ്ങനെ അവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മേടിച്ച് ഇവിടെ കൊണ്ടുവെക്കും. പിന്നെ 2-3 മാസം കഴിയുമ്പോഴാണ് നമ്മൾ പോകുന്നത്.
അങ്ങനെ മേടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾക്ക് എണ്ണ വേണമായിരുന്നു. അപ്പം എണ്ണ അവിടെ ഇല്ലായിരുന്നു. 5 ലിറ്ററിന്റെ എണ്ണ വേണമായിരുന്നു. 5 ലിറ്ററിന്റെ എണ്ണ കിട്ടിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതായിരുന്നു ശ്രീചേട്ടാ? കോക്കനട്ട് ഓയിൽ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് കനോലയുടെ ഓയിലാ, വെജിറ്റബിൾ ഓയില്. അപ്പൊ അതൊരു ഏകദേശം 1-2 വർഷം കൊണ്ട് കനാല ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചാണ് ക്യാൻറ്റീനിൽ സഫോളയുടെ എണ്ണ ഉണ്ടെങ്കിൽ മേടിക്കാന്ന്. പക്ഷെ ഈ പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ 5 ലിറ്ററിന്റെ ക്യാൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. നെയ്ക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. നെയ്ക്കൊക്കെ കാണാം ഇതിനകത്തെ പ്രിന്റഡ് റേറ്റ് 1000 രൂപയാണ് ഇതിന്റെ പ്രിന്റഡ് റേറ്റ്. 500 സംതിങ്ങേ ആയുള്ളൂ കേട്ടോ. പ്രിന്റഡ് റേറ്റ് 1000 രൂപയാണ് ഇതിന്റെ. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ക്യാൻറ്റീനിൽ സാധനം മേടിക്കുമ്പോൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ പിക്നിക്കിന്റെ വീഡിയോ കണ്ടായിരുന്നു എല്ലാവരും.